വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഈ തിടുക്കം പാർട്ടിയുടെ വലിയ ധാർമ്മികതയൊന്നുമല്ല, മറിച്ച് അടുത്തു വരുന്ന ഇലക്ഷനിൽ ശത്രുക്കൾക്കിടയിൽ പാർട്ടിക്ക് ശക്തമായ ഇമേജ് ഉണ്ടാക്കാൻ രാഹുലിനെ രക്തസാക്ഷിയാക്കി എന്നേ ഉള്ളൂ. അതല്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തന്നെ ഇതിലും വലിയ ആരോപണങ്ങൾ ഇടതുപക്ഷത്തെ പല പ്രമുഖർക്ക് നേരെയും ഉണ്ടായിട്ടും ശക്തമായ ഒരു സമരപർവമായി മുന്നോട്ട് വരാതെ ചാനൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ കോൺഗ്രസ് എത്ര പെട്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ ചുള്ളിപ്പടക്കത്തിന് മുന്നിൽ തകർന്നു വീണത്. ചിലപ്പോൾ തോന്നിപ്പോകും കോൺഗ്രസുകാർ തന്നെയോ ഈ ആറ്റം ബോംബിന് പിന്നിലെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കാനുള്ള സംഭവം ആ പെൺകുട്ടി ഗർഭമുണ്ടെന്ന് പറയുന്ന വീഡിയോയാണ്. ആ ഗർഭം ആശുപത്രിയിൽ പോയി അലസിപ്പിച്ചതല്ല, മരുന്ന് കഴിച്ച് അലസിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സ്ത്രീയുടെ ഉറച്ച ശക്തമായ വാക്കുകൾ തോന്നിപ്പിക്കുന്നത് രാഹുലിനെ തന്റെ വരുതിയിലാക്കാനുള്ള തന്ത്രമായിട്ടാണ് ആ സംഭാഷണം തോന്നിപ്പിക്കുന്നത്. അവർ തമ്മിൽ ശാരീരികമൊന്നും ഉണ്ടായിരിക്കാം. അതിനിടയിൽ ഗർഭം ഒരു നാടകമായിരുന്നെങ്കിലും ഒരു പുരുഷനിൽ നിന്നും ആദ്യം ഗർഭിണിയാകുന്ന സ്ത്രീയുടെ വെപ്രാളമോ സങ്കടമോ സന്ദേഹമോ ഒന്നും ആ സ്ത്രീയുടെ വാക്കുകളിൽ കാണാനായില്ല. അത്തരത്തിലുള്ള ഒരു പതർച്ചയും പരാജയഭീതിയും അവരുടെ വാക്കുകളിലില്ല. ആ വാക്കുകളിൽ എന്തിനും ഉറച്ച തന്റെടിയായ ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു, എന്തിനും തീരുമാനിച്ചുറച്ച ശബ്ദം. ഇനി ആ സ്ത്രീയുടെ ഓഡിയോ ക്ലിപ്പിൽ കേസെടുത്താൽ ആ സ്ത്രീ കോടതിയിൽ ഹാജരാവണ്ടേ? അവർക്ക് ഗർഭമുണ്ടായിരുന്നെന്നും താനത് അലസിപ്പിച്ചുവെന്നും ബോധ്യപ്പെടുത്തണ്ടേ? വാക്കാലുള്ള ഗർഭവും വാക്കാലുള്ള ഗർഭചിത്രവും അത് ഉണ്ടാക്കിയവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇന്നുവരെ ആ സ്ത്രീ കേസ് കൊടുത്തിട്ടില്ല. ആ സ്ത്രീയുടേതെന്ന് പറഞ്ഞ് മറ്റാരോ ഒരു ചാറ്റ് പരസ്യമാക്കുന്നു. അതാരാണെന്ന് പോലും വ്യക്തമാക്കുന്നില്ല. വെറും ഊഹക്കച്ചവടങ്ങൾ. കോടതിയിൽ പോയാൽ അവരുടെ പ്രൈവസി നഷ്ടമാവില്ലേ? എന്നും ഇരുട്ടത്തിരിക്കാനാവുമോ ആ സ്ത്രീക്ക്? ഇനി അവന്തികയെ ബലാത്സംഗത്തിന് ക്ഷണിച്ച കഥ. ആർക്കായിരുന്നു അവന്തികയെ ബലാത്സംഗം ചെയ്യാനുള്ള തിടുക്കം? അത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ തിടുക്കം ചാനലുകൾക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. ചാനലുകൾ വ്യഭിചാര കഥകൾ ആഘോഷമാക്കുകയാണ് ഇപ്പോൾ. മാധ്യമങ്ങൾ വിപണനത്തിന്റെ പാതയിലാണ്. അവർക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുമാണ് മുഖ്യം. അവരുടെ റേറ്റിംഗ് കൂട്ടണം. അതിന് ആര് ഉടുതുണി അയച്ചാലും അതിന് പൊടിപ്പും തമ്മിൽ വെച്ചവർ ഒപ്പം കൂടും. ആരുടെ കുടുംബം തകർന്നാലും ശരി, ആരുടെ വ്യക്തി ജീവിതം ഹോമിക്കപ്പെട്ടാലും ശരി, അതൊന്നും അവർക്ക് വിഷയമേ അല്ല. ഇന്ന് മീഡിയ വണ്ണിന്റെ ന്യൂസ് ഡീകോഡിന്റെ പ്രധാന വിഷയം ശവക്കുഴി തോണ്ടലായിരുന്നു. സ്ത്രീ ബന്ധങ്ങളുടെ പേരിൽ ആരെല്ലാം കടപുഴുകി എന്നതാണ് ന്യൂസ് ഡീകോഡ് മറന്നേക്ക് പുറത്തു കൊണ്ടുവന്നത്. വളരെ മ്ലേച്ഛമായ ഒരു ബിസിനസ്. മുമ്പുള്ളതും ഇല്ലാത്തതുമായ കഥകൾ കൊണ്ട് ആളുകളെ തകർത്തെറിഞ്ഞതിന്റെ പൊടിപൂരമായിരുന്നു മീഡിയ വണ്ണിന്റെ ഓട്ടപ്രദർശനത്തിൽ. അതിൽ 5 മുൻ മന്ത്രിമാരുടെ പേരുകൾ, അതിനുശേഷം സരിത മുതൽ സ്വപ്ന സുരേഷ് വരെ ഉള്ളവരുടെ ഇരകളുടെ പേരുകളും വെളിപ്പെടുത്തലുകളും. ദീപസ്തംഭം മഹാശര്യം, തനിക്ക് കിട്ടണം പണം. അതിലപ്പുറം മാധ്യമങ്ങൾക്ക് മറ്റൊരു ധാർമ്മികതയുമില്ല ഇപ്പോൾ. എല്ലാവരും തകർത്താടുന്നുണ്ട്. അങ്ങനെ ആർക്കോ വേണ്ടി ആടിത്തകർത്താണ് അവന്തികയുടെ ബലാത്സംഗവും. നമുക്ക് അവന്തികയുടെ ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. കൈരളിക്ക് വേണ്ടിയുള്ള ബൈറ്റാണ് ഇവിടെ കാണിക്കുന്നത്. കൂടെയുണ്ട്. എന്താണ് അവന്തികയ്ക്ക് രാഹുൽ മാങ്കൂട്ടിൽ നിന്നുണ്ടായ മോശമായ അനുഭവം? കുറച്ച് നാളൊക്കെ ഒരു 3 മാസം മുന്നേ എനിക്ക് അയാളുടെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാൾ ലൈംഗിക ശ്രേഷ്ഠയോട് എൻ്റെ അടുത്ത് വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. കാരണം എന്നെ റേപ്പ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് ഇവിടെയല്ല, ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ നമുക്ക് പോയി റൂം എടുത്ത് അത്തരത്തിൽ റേപ്പ് ചെയ്യണമെന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ 2-3 പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ മുതലാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. കാരണം തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാൾ എന്നെ പരിചയം. പിന്നെ അതിനുശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. ഭീഷണിപ്പെടുന്ന തരത്തിലോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലോ ആയിരുന്നു മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തലത്തിലായിരുന്നു.
മാത്രമല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്നും അയാൾ എന്നെ വിളിക്കുന്നതും ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് തെളിവുകൾ അതാണ്. ആരോടെങ്കിലും പരാതിപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ അവരുടെ തന്നെ കോൺഗ്രസിൻ്റെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന 1-2 ആളുകളെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ അവർ പൂർണ്ണ പിന്തുണ എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നാണ് ഞാൻ BJPയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുക, അത് വെളിപ്പെടുത്താതിരുന്നാലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമുക്ക് സമൂഹത്തിൽ ഇയാളെ പോലുള്ള മുഖംമൂടികൾ അഴിയണമല്ലോ. വാട്സപ്പ് വഴിയാണോ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്? എനിക്ക് ടെലഗ്രാം വഴിയാണ്. കാരണം അത് മെസ്സേജ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ മെസ്സേജുകളാണ്. ബുദ്ധിയോട് കൂടിയായിരുന്നു അല്ലേ അതിലേക്ക് മെസ്സേജ്? തീർച്ചയായും അത്തരം കുരുട്ടു ബുദ്ധികൾ ഉണ്ടായിരുന്നു ഇയാളുടെ കയ്യിൽ എന്നുള്ളതാണ്. ആ യുവനടിയും ഇന്നലെ അങ്ങനെയാണ് വെളിപ്പെടുത്തൽ ചെയ്തിരുന്നത്. പരാതി വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണല്ലേ? അതെ, തീർച്ചയായും. അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഒരാഴ്ച മുന്നേ എനിക്ക് വേറൊരു മാധ്യമപ്രവർത്തകരുടെ കോൾ ഉണ്ടായിരുന്നു. അന്നും ഞാൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വെളിപ്പെടുത്താനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ധൈര്യപൂർവ്വമായി യുവനടിയുടെ വെളിപ്പെടുത്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇത്തരം പരാതി വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? അല്ല, നിരന്തരം പരാതികൾ അയാളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒത്തിരി പേരുകൾ മാധ്യമങ്ങൾ വഴി വരുന്നുണ്ടല്ലോ. പിന്നെ അയാൾ അത് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. എന്നെ കുറേ പ്രാവശ്യം കിടന്ന് വിളിച്ചിട്ടുണ്ട്. പല ബൈറ്റുകൾ കൊടുക്കുമ്പോഴും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇപ്പോഴും. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുന്നുള്ളൊരു പേടിയുണ്ടോ? പേടിയുണ്ട് തീർച്ചയായും. സോഷ്യൽ ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ അറ്റാക്കുകൾ നേരിടാം. മാത്രമല്ല നേരിട്ടും അറ്റാക്കുകൾ നേരിടാം എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. കാരണം ഇനി നാളെ ഒരാൾക്കും അയാളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത്? എനിക്ക് സത്യത്തിൽ ശരിയാണ് വന്നത്. ആ തരുണി രത്നത്തിനെ ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മോഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. എത്ര പണം ചെലവായാലും വേണ്ടൂല, ആ പൂജ അങ്ങ് തീർക്കാനുള്ള വാശിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ നമ്മുടെ അവന്തിക സ്വർഗം തന്നെ കൊടുത്താലും അതിനൊന്നും കിട്ടുന്നയാളല്ല. കണ്ടാൽ അറിഞ്ഞൂടെ ആ കുലീനത. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, 4 കൊല്ലമായിട്ട് ഇവർ തമ്മിൽ എഴുത്തുകുത്തുകൾ നടക്കുന്നുണ്ട്. അന്ന് മുതൽ വളരെ വൈകൃതമായ, വളരെ ശേഷിയോടുകൂടി പെരുമാറിയ ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് ഈ 3-4 വർഷക്കാലം ഈ ശല്യം ആസ്വദിക്കുകയായിരുന്നു അവന്തിക. അതുകൊണ്ടാണ് ശല്യക്കാരനെ ബ്ലോക്ക് ചെയ്യാതിരുന്നത്. ഇപ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പാണ് ബലാത്സംഗം ചെയ്യാനുള്ള കൊതി രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയോട് പറയുന്നത്. എന്നിട്ട് അതും പറയാനുള്ള ധൈര്യമുണ്ടായത് ഇപ്പോഴാണ്. അവന്തിക പറയുന്നുണ്ടോ, ഞാൻ എല്ലാ ധൈര്യവും സംഭരിച്ചാണ് ഇപ്പോൾ ഈ ആരോപണമായി മുന്നിട്ട് നിൽക്കുന്നത് എന്ന്. അപ്പോൾ കൈരളിയുടെ പെൺകുടിയുടെ ഒരു ചോദ്യമുണ്ട്, സ്ക്രീൻഷോട്ടുകളും അടക്കമല്ല പരാതിപ്പെടുക എന്ന്. അപ്പോൾ അവന്തിക പറയുന്നു അതേ എന്ന്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല, എങ്ങനെയാണ് അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനാവുക എന്നുള്ളത്. കാരണം അവന്തിക ആദ്യമേ പറയുന്നുണ്ട് ടെലിഗ്രാമിലായിരുന്നു ചാറ്റുകളെല്ലാം എന്ന്. അതിൽ അയക്കുന്ന മെസ്സേജുകൾ അപ്പോൾ മാഞ്ഞു പോകുമായിരുന്നു എന്നും. പിന്നെ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് എനിക്ക് മനസ്സിലായില്ല. വിചാരിച്ചാൽ കിട്ടുമായിരിക്കും. ഇനി 3 മാസം മുമ്പ് ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ആഗസ്റ്റ് ആദ്യത്തിൽ അയച്ച അവന്തിക അയച്ച വോയിസ് മെസ്സേജ് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24 ഇത് ഒരു ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ
അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. വാട്ട് ടൈം? അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഇപ്പം ഞാൻ ചിലപ്പോൾ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ്. നിങ്ങൾ ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്. നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്, കാരണം എനിക്കിതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടു. അതിനകത്ത് റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ഞാൻ ഫോർവേഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വോയിസ് മൊത്തം ഞാൻ കേൾപ്പിക്കാം. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? കേട്ടല്ലോ. 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റേപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതായി ഇപ്പോൾ ആർക്കു വേണ്ടി പറയുന്ന അവന്തികയുടെ ആഗസ്റ്റ് 1-ാം തീയതിയിലെ വോയിസ് ചാറ്റാണ് നമ്മൾ കേട്ടത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരോ കൊടുക്കാൻ ശ്രമിക്കുന്നതായി അവന്തിക പറയുന്നു. അവന്തിക രാഹുലിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ ന്യൂസ് 18-ന്റെ റിപ്പോർട്ടറാണ് അവന്തികയെ ഫോൺ ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓഗസ്റ്റ് 1-ന് രാഹുലിനെ രക്ഷിക്കാൻ ശ്രമിച്ച അവന്തിക പിന്നീട് എങ്ങനെയാണ് രാഹുലിനെതിരെ മീഡിയകൾക്ക് ബൈറ്റ് നൽകുന്നത്? 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിന് ഈ ഓഗസ്റ്റിൽ അവന്തിക ശ്രമിച്ചു? രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് അതിനുശേഷം അവന്തിക പറയുന്നുണ്ട്, ആദ്യം ന്യൂസ് 18-ന്റെ റിപ്പോർട്ടറോട് ഒന്നും പറയാതിരുന്നത് തനിക്ക് ഭയമുണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഭയമുണ്ടാവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ച കോളിന് മറുപടി പറയുകയായിരുന്നില്ല അവന്തിക മറുപടി പറഞ്ഞത് ന്യൂസ് 18 ചാനലിന്റെ റിപ്പോർട്ടറോടാണ്. അങ്ങനെ ഭയമുള്ളയാൾ എന്തിന് കാൾ ഡീറ്റെയിൽസ് രാഹുലിന് കൈമാറി? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ചാനലുകാരായിരുന്നു, മാധ്യമ പ്രവർത്തകരായിരുന്നു. പക്ഷേ അവർക്കും സത്യം ചെയ്യാനുള്ള താല്പര്യം അല്പം പേരും ചൂരുമുള്ളവനെ ഇടിച്ചു താത്തുക എന്നത് തന്നെയായിരുന്നു. ഏതായാലും ഒരു പീഡനവും ഗർഭവും ഒക്കെയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ബലാത്സംഗവും കിടക്കട്ടെ എന്ന് കരുതി കാണും മാധ്യമങ്ങൾ, അതും ഒരു ട്രാൻസ്ജെൻഡറിന്. അതുകൊണ്ടാണ് മീഡിയകൾ അവന്തിക രാഹുലിന് അയച്ച വോയിസ് ക്ലിപ്പിന് വില കൽപ്പിക്കാതെ അവന്തിക രാഹുലിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ ആ വാക്കുകൾക്ക് പിറകെ പോകുന്നത്. അവന്തികക്ക് പിന്നിൽ BJP ആണെന്ന് അവന്തികയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാനാവും. ആ കലക്കവെള്ളത്തിൽ കൈ നനയാതെ മാർക്സിസ്റ്റ് പാർട്ടി നന്നായി മീൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ രാഹുലിന് അവന്തിക അയച്ച വോയിസ് ക്ലിപ്പിനെ കുറിച്ച് മീഡിയക്കാർ ഇപ്പോഴും വാദിക്കുന്നത് അത് മാങ്കൂട്ടത്തിനെ പേടിച്ച് അവന്തിക പറഞ്ഞതാണെന്നാണ്.
എന്നാൽ ഭീഷണിപ്പെടുത്തിയെന്നുള്ള അതിന് തെളിവുകൾ എവിടെ? അത് ടെലിഗ്രാമിൽ നിന്നും മാഞ്ഞുപോയി. തെളിവില്ലാതെ ഒരാളെ പറ്റി മോശമായ ആരോപണം ഉന്നയിക്കാമോ? അത് സ്ത്രീയല്ലേ, അവർക്ക് അതൊക്കെയാവാം, അവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്ന പല സ്ത്രീകൾക്കും നിരവധി പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരിക്കും. സ്ത്രീകളെ പോലെ പുരുഷന്മാരും വീണ്ടും വിചാരമില്ലാതെ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ കാണാം പാതിരയ്ക്ക് സൂര്യൻ ഉദിച്ചാലുണ്ടാവുന്ന കാണാക്കാഴ്ചകൾ. പുരുഷന്മാർ ഇതുപോലെ വിളിച്ചു പറയാത്തതും വിളിച്ചത് വരാത്തതും സമൂഹത്തിലെ മാന്യതയില്ലാതാവുമെന്ന് ഭയന്നാണ്. അങ്ങനെ പുരുഷന്മാരും തയ്യാറായിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ കുലീനതയും കുടുംബവും തകരുമായിരുന്നു. ഇന്ത്യയുടെ ലോകത്തെന്നല്ല എന്നും പുരുഷന്റെ മേലുള്ള കളങ്കം കാലം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. കാരണം പുരുഷന്മാർ മാന്യത നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പല സ്ത്രീകളുടെയും കുലീനത നിലനിൽക്കുന്നതും കുടുംബം നിലനിൽക്കുന്നതും.